ഹേയ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു ഈദ് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണത്. അതിൻ്റെ റീസൺ ഒന്നുമല്ല, ഞാൻ കാര്യമായിട്ട് വീഡിയോസൊന്നും ഇതിൻ്റെ അന്ന് എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഏത് അപ്ലോഡ് ചെയ്യണോ എന്ന് വിചാരിച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഷോർട്സ് പോസ്റ്റ് ചെയ്യാമെന്നാണ് ഫസ്റ്റ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ ഈദ് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഞങ്ങൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അന്നും എടുത്ത കുറച്ച് വീഡിയോസൊക്കെ ഉണ്ട്. അപ്പോൾ അതും ഒരു വ്ളോഗായിട്ട് അപ്ലോഡ് ചെയ്യാൻ മാത്രമൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു ഈദ് വ്ളോഗിൽ അതും കൂടി ഇൻക്ലൂഡ് ആക്കിയിട്ട് അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ അതാ ഈ ഒരു വീഡിയോ എടുക്കുന്നത് പെരുന്നാൾ ദിവസം രാവിലെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എണീറ്റ പാടെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിടാണ്. കിടന്നിട്ട് ഉറക്കം തന്നെ വരുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഏകദേശം 3 മണി 4 മണി ആ ഒരു ടൈമിലൊക്കെ നീച്ചിട്ടുണ്ടായിരുന്നു. ഐസ് പിന്നെ ഞാൻ എണീറ്റിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ പിന്നാലെ അവൾ എണീക്കും. ഷെജീർ പിന്നെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നല്ല ലേറ്റ് ആയിട്ടാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉറങ്ങാനുള്ള ഒരു ടൈമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ പിന്നെ ഫ്രഷ് ആവാനൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ അടിച്ചുവാരലൊക്കെ കഴിഞ്ഞു. പിന്നെ ഇതാ മൊത്തത്തിലൊന്ന് തുടച്ചെടുക്കുകയാണ്. അപ്പോൾ തുടക്കാൻ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇന്ന് പിന്നെ ഇതൊക്കെ അല്ലേ, അപ്പോൾ മൊത്തത്തിൽ എന്തായാലും ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഷെജീർ പിന്നെ അതിൻ്റെ ഇടയിൽ പള്ളി പോകുന്ന ടൈമൊക്കെ ആയപ്പോൾ പോയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്. ഇവിടെ പിന്നെ സുബഹ് നിസ്കാരം കഴിഞ്ഞിട്ടുള്ള ആ ഒരു ടൈമിൽ തന്നെയാണല്ലോ പെരുന്നാൾ നിസ്കാരം. അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇനി വരിക. ഷെജീറിന് പിന്നെ ഈദ് അയച്ചിട്ട് ലീവൊന്നുമില്ല. പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ പിന്നെ ഡ്യൂട്ടിക്ക് കയറണം. പിന്നെ ഈദ് എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ നാട്ടിലത്തെ ആ ഒരു ഈദിൻ്റെ ഒരു വൈബ് ഉണ്ടാവില്ല ഇവിടെ. നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഈദിൻ്റെ തലേ ദിവസവും പിന്നെ ഈദിൻ്റെ അന്ന് രാവിലെയൊക്കെ ഒരു മൊത്തത്തിൽ തിരക്കും കാര്യങ്ങളൊക്കെ കാരണം. ഈദാന്ന് പറയുമ്പോൾ മെഹന്തി ഇടയിലും പിന്നെ പിറ്റേ ദിവസം ഈദിനുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമാണ്. അപ്പോൾ അതാ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മൊത്തത്തിൽ എല്ലാ ഡ്രസ്സ് എടുത്തിട്ട് വാഷ് ചെയ്യാൻ കൊണ്ടുപോയിടാണ്. ഷെജീർ പള്ളിയിൽ പോയി വരുന്ന ടൈമിൽ ഞങ്ങളോട് റെഡിയായി നിൽക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ പുറത്ത് പോകാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അത് നിസ്കരിക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ പിന്നെ സുബഹ് നിസ്കാരവും പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ നേരത്തെ എണീറ്റതല്ലേ, അപ്പോൾ പിന്നെ ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല വിശക്കുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ തലേ ദിവസം നോമ്പ് തുറക്കുന്ന ടൈമിലുള്ള വെള്ളപ്പും പിന്നെ ചിക്കൻ ചുക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. ചൂടാക്കി എടുത്തിട്ട് പിന്നെ ഫുള്ളായിട്ട് കഴിക്കാനുള്ള ഒരു ടൈമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഷെജീർ അപ്പത്തിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ പള്ളിയിൽ നിന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞ് വരികയാണ്. അപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റി പെട്ടെന്ന് തന്നെ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനാണെന്നുണ്ടെങ്കിൽ ഈ ഡ്രസ്സിൻ്റെയും പിന്നെ എൻ്റെ ഐസുവിൻ്റെയൊക്കെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. പെട്ടെന്ന് തന്നെ വരാൻ പറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റി വേഗം വന്നു. അപ്പോൾ ഐസുവിൻ്റെ ഈ ഡ്രസ്സ് ഇതാണ്. ഷെജീറിൻ്റെ പിന്നെ ഇതാ ഈ ഒരു ബ്ലാക്ക് ഡ്രസ്സാണ്. അപ്പോൾ അവരുടെ ഷോപ്പിൽ എല്ലാവരും ഡ്രസ് കോഡ് ആക്കിയിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളിപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോണത് ബീച്ചിലോട്ടാണ്. ഞങ്ങളെ റൂമിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ബീച്ചിലോട്ടാണ് കൂടുതലും വന്നിട്ടുള്ളത്. അപ്പോൾ വന്നിട്ടുള്ള ടൈമിലൊക്കെ ഞാൻ നൈറ്റുമാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ബീച്ചിൻ്റെ പകലത്തെ വ്യൂ ഞാൻ ഫസ്റ്റ് ടൈം ആണ് കാണുന്നത്. പകലല്ല, രാവിലെയാണ്. അപ്പോൾ എന്തായാലും ഇവിടുത്തെ ആ ഒരു വ്യൂ ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഈ ഡ്രസ്സ്. ഇതൊരു മാക്സി ഡ്രസ്സാണ് കേട്ടോ. പിന്നെ എൻ്റെ ഒരു ഈ ഡ്രസ്സ് നല്ലോണം ലൂസും നല്ല ലെങ്ത്തും ഒക്കെ ഉണ്ടായിരുന്നു. ഡ്രസ്സിൻ്റെ ഫ്രണ്ടിലെ നെക്ക് പോർഷനൊക്കെ നല്ലോണം താഴത്തേക്ക് ഇറങ്ങിയിട്ടാണ് കിടക്കുന്നത്. പെരുന്നാളിൻ്റെ തലേ ദിവസം നൈറ്റാണ് ഈ ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് എനിക്ക് സൈസും കാര്യങ്ങളൊന്നും ഷേപ്പ് ചെയ്യാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ നല്ല മഴ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ വരുന്ന ടൈമിൽ തന്നെ മഴ ചെറുതായിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്ന ടൈമിൽ തന്നെ നല്ല മഴ ആയിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ തന്നെ ഞങ്ങൾ പിന്നെ നേരെ പോയത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. പൊറോട്ടയും വെള്ളപ്പവും നൂൽപുട്ട് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ റൂമിൽ പോയി നല്ലോണം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഷെജീർ ഡ്യൂട്ടി ടൈം ആയപ്പോൾ എണീറ്റ് വർക്കിന് പോയിട്ടുണ്ടായിരുന്നു. ഇത് പിന്നെ അതാ ഉറങ്ങി എണീറ്റ് ഉച്ചയ്ക്ക് ലഞ്ചിൻ്റെ ആ ഒരു ടൈമൊക്കെ ആയപ്പോൾ ഞങ്ങൾക്ക് ബിരിയാണി കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. ഷെജീർ പിന്നെ വർക്കിലായതുകൊണ്ട് തന്നെ അവിടെ നിന്നാണ് കഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനും ഐസും കൂടിയും കഴിക്കുകയാണ്. ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ഇതിനിങ്ങനെ ഒറ്റയ്ക്ക് ആയിട്ടുണ്ടായിരുന്നത്. നാട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും കൂടെ ഒക്കെ ഇരുന്ന് ഫുഡ് കഴിക്കണതൊക്കെ ഒരു രസമാണല്ലോ. അപ്പോൾ അതൊക്കെ വല്ലാണ്ട് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഇതിൻ്റെ അന്ന് എടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോസ്. പിന്നെ ഷെജീർ ഡ്യൂട്ടിയിലായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പിന്നെ പുറത്ത് പോകാനും ഒന്നിനും പിന്നെ പറ്റിയിട്ടില്ല. പിന്നെ ഇതാ ഈ ഒരു വീഡിയോ ഞങ്ങൾ ഈദ് കഴിഞ്ഞിട്ട് 2-3 ഡേയ്സ് കഴിഞ്ഞിട്ട് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് എടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈദിൻ്റെ അന്ന് കാര്യമായിട്ട് വീഡിയോസൊന്നും എടുക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു വീഡിയോസും കൂടി അതിൽ ഇൻക്ലൂഡ് ആക്കിയതാണ്. അപ്പോൾ ഇന്ന് ഷെജീർ ലീവ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പുറത്ത് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. ഏകദേശം ഉച്ചക്ക് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് പുറത്ത് ഇറങ്ങുന്നത്. അങ്ങനെ ഇതാ ഊബർ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളിപ്പോൾ ദോഹയിലുള്ള ബോക്സ് പാർക്കൊക്കെയാണ് പോണത്.
അങ്ങനെ തന്നെ ഞങ്ങൾ ബോക്സ് പാർക്കിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ നോക്കി നോക്ക്. ഇതുപോലെ ഇങ്ങനെ ഒരു കണ്ടെയ്നർ മാതിരിയാണ്. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ബോക്സ് പോലെ ഒരു കണ്ടെയ്നർ ആയിട്ടാണ്. അതും ഓരോരോ കണ്ടെയ്നേഴ്സും ഓരോ കളറൊക്കെ ആയിട്ടാണ്. നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു ഏരിയ ഉണ്ട് ഇവിടെ. പിന്നെ സൈഡിലായിട്ട് കടലും ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കണ്ടെയ്നറിൻ്റെ ഒരു ഫ്രണ്ടിൽ നിന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അതിൻ്റെ മുകളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. മുകളിൽ കയറിയാൽ ആ ഒരു കടലിൻ്റെ വ്യൂ ആണ് കാണാൻ നല്ല ഭംഗിയുണ്ട് അവിടെ നിന്ന് കാണാൻ. ഞങ്ങൾ മുകളിൽ കയറുന്ന ടൈമിൽ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മഴ തൂളിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മഴ പെയ്തതോടെ പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ താഴത്തേക്ക് ഇറങ്ങി. അധികം നേരം അതിന് മുകളിൽ നിൽക്കാൻ നിന്നില്ല. അങ്ങനെ പിന്നെ ഐസിന് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റിലോട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ആ ഒരു കണ്ടെയ്നറിൻ്റെ ഉള്ളിലാണ് കേട്ടോ. നമ്മൾ കാണുന്ന ആ ഒരു കണ്ടെയ്നർ ബോക്സുകളില്ലേ, അതിൻ്റെ ഓരോന്നിലും ഉള്ളിലാണ് കേട്ടോ ഇങ്ങനത്തെ ഓരോ ഷോപ്പുകൾ. അങ്ങനെ ചില ഭാഗത്തൊക്കെ ചെറിയ റെസ്റ്റോറൻറ്റ് മാതിരിയൊക്കെ ഉണ്ട് ചില കണ്ടെയ്നേഴ്സിൻ്റെ ഉള്ളിലൊക്കെ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ആ ഒരു പാർക്കിൻ്റെ ഏരിയയിൽ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ഒരുപാട് ഭാഗങ്ങളുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു പാർക്കിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വണ്ടികൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ നമുക്ക് വേറെ ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ വേറെ സൈഡിലോട്ട് പോകാൻ വേണ്ടിയിട്ട് അതിൽ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വേറെ ഓരോ സൈഡിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ പിന്നെ ഇവിടുത്തെ ആ ഒരു വ്യൂ ഒക്കെ കണ്ടിട്ട് നമുക്ക് ആ ഒരു ഭാഗങ്ങളിൽ ഇങ്ങനെ ഇരിക്കാം. ഞങ്ങൾ അവിടുത്തെ ഒരു കടലിൻ്റെ ആ ഒരു ഭാഗത്തേക്കാണ് വീണ്ടും പോയത്. ഞങ്ങൾ പിന്നെ ആ ഒരു ഏരിയയിൽ നിന്ന് എവിടുന്നേലും ഫുഡ് കഴിക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു റെസ്റ്റോറൻറ്റൊക്കെ. അവിടെ പിന്നെ ഫുള്ള് ഇങ്ങനെ ഫുഡ് ഐറ്റംസ് അറബിക് ഡിഷാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ചിക്കൻ ബിരിയാണി, റൈസ് അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ഇല്ലയെന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ പുറത്ത് പോയിട്ട് വേണം ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ മാക്സിമം അതിൻ്റെ ഉള്ളിൽ എല്ലാ ഭാഗവും കണ്ടിട്ട് പിന്നെ പുറത്തിറങ്ങിയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ റോഡിൻ്റെ സൈഡിലായിട്ട് ഖത്തറിൻ്റെ ഒരു മിനിയേച്ചർ അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഖത്തറിലെ ഓരോ ബിൽഡിങ്ങുകൾ, കാറ്, അതുപോലെ ആളുകളൊക്കെ നിൽക്കുന്നത് പോലെയും പിന്നെ ഓരോ മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിപ്പോൾ ഇങ്ങനെ വീഡിയോസിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം വലുതായിട്ടാവും തോന്നുന്നുണ്ടാവുക. പക്ഷേ ഇത് മൊത്തത്തിൽ തന്നെ കുഞ്ഞതാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ അവിടെ. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് വൈറ്റ് കളറിലും ബ്ലൂ കളറിലും ഇങ്ങനെ വെള്ളം പോലെയാണ് നമുക്ക് പെട്ടെന്ന് കണ്ടാൽ തോന്നുക. അതിങ്ങനെ ചെറിയ കല്ലുകളാണ് കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അങ്ങനെ തന്നെ ഞങ്ങൾ വേറെ ഒരു ഭാഗത്തോട്ട് വന്നിട്ടുണ്ട്. കടലിൻ്റെ സൈഡിലോട്ടാണ് വന്നിട്ടുള്ളത്. ഞങ്ങൾ ഇവിടേക്ക് വന്നിട്ട് അത്യാവശ്യം ടൈം ആക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഒരുപാട് ടൈം നിന്നിട്ടുണ്ടായിരുന്നു. നൈറ്റാണ് ഞങ്ങൾ ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു കാണുന്നതുണ്ടല്ലോ ഫുട്ബോൾ സ്റ്റേഡിയം ആണ്. അങ്ങനെ തന്നെ ഞങ്ങൾ അവിടുന്ന് ഒരു 7 മണി 8 മണിയൊക്കെ ആയിട്ടുണ്ട്. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് വന്നപ്പോൾ നെയ്ച്ചോറും ചിക്കൻ ചില്ലിയാണ് ഞാനും ഐസും കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഷെജിർ പിന്നെ പൊറോട്ടയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഖത്തറിൽ വന്നതിന് ശേഷം അധികവും മന്തി, ബിരിയാണി അങ്ങനെയൊക്കെയാണ് കഴിക്കൽ. അതുകൊണ്ട് തന്നെ എനിക്ക് മൊത്തത്തിൽ ബിരിയാണി മന്തിനോട് മൊത്തത്തിൽ മടുപ്പായിട്ടുണ്ട് ഇപ്പോൾ. ഇപ്പോൾ എനിക്ക് എപ്പോഴും കഴിക്കാൻ തോന്നൽ ഇതുപോലെ തന്നെ നെയ്ച്ചോറാണ്. ഞാൻ എവിടെ ഷോപ്പിൽ കയറാന്നുണ്ടെങ്കിലും അധികം നെയ്ച്ചോറാണ് ഓർഡർ ചെയ്യൽ. അങ്ങനെ തന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ റൂമിലോട്ട് പോവാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു വീഡിയോ വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്.